ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. സീനിയർ സിറ്റിസൺസിനെ പ്രചോദിപ്പിക്കുന്ന ഒരു വാചകമാണ് അത് കേട്ടോ. ഇന്ന് ഒരു 60+ ഇടയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഓടുക, ചാടുക, നൃത്തം ചെയ്യുക, യാത്ര ചെയ്യുക, ജീവിതത്തിൽ മിസ് ചെയ്തു പോയ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ തിരിച്ചു പിടിക്കുക എന്ന ആവേശത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന 60+ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഒരാൾക്ക് ഇത്ര വയസ്സായി എന്ന് പറഞ്ഞ് അയാൾ ഇന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, പലതിൽ നിന്നും അയാൾ മാറി നിൽക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടില്ലേ, അത് ശരിയല്ലെന്നാണ് ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഒരു എൻവയൺമെൻറ്റിൽ നമുക്ക് കുറേയും കൂടി യൂത്ത്ഫുള്ളായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആയുർദൈർഘ്യമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാഴ്ചപ്പാടിൽ നിന്നും കുറേ വ്യത്യാസം നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഈ 60-70 ആയെന്നും പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പണ്ട് പ്രായമായി എന്ന് പറയുമ്പോൾ ഏകദേശം അവരുടെ ഒരു നടപ്പും മട്ടും രീതിയൊക്കെ കോമൺ ആയിരുന്നു. ഇന്ന് ഇതേ പ്രായത്തിലുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ ബോഡി കണ്ടീഷനൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അപ്പോൾ ഏജ് പറഞ്ഞുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ടാക്കുന്നതിൽ ഇന്ന് വലിയ അർത്ഥമില്ല. പക്ഷെ ഒരു കാര്യം നടന്നോ, എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 60+ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിക്ലൈൻ സ്റ്റേജാണ്. റേറ്റ് ഓഫ് ഡിക്ലൈൻ പലരിലും പലതരത്തിലാണ്. പണ്ടൊക്കെ ഏകദേശം ഒരു രൂപം ഉണ്ടായിരുന്നു, ഇന്ന് അങ്ങനെയല്ല, വളരെ വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാവരുടെ കേസിലും ഇതൊരു ഡിക്ലൈൻ സ്റ്റേജ് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. ഞാൻ 56-ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ഈ റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ പെൻഷൻ വാങ്ങാനൊക്കെ ട്രഷറി ചെല്ലുമ്പോൾ കോളേജിലെ കുറച്ച് അധ്യാപകർ തമാശയ്ക്ക് ചോദിക്കും, ടീച്ചറിന് ഈ പെൻഷനേഴ്സിൻ്റെ ഒരു യൂത്ത് വിങ് ഉണ്ടാക്കിക്കൂടെ? നമ്മൾ റിട്ടയർ ആയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതേസമയം പണ്ട് ഇതേ പ്രായത്തിൽ റിട്ടയർ ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് റിട്ടയർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വളരെ ആക്റ്റീവായിട്ട് പണ്ട് ചെയ്ത അതേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു 65-67 ആ ഒരു ഏജിലേക്ക് വന്നപ്പോൾ ഒരു ഡിക്ലൈൻ സ്റ്റേജ് ആണെന്ന് ഉള്ള ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ശരീരത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഓടാനൊക്കെ ഇല്ലേ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. പണ്ടൊരു ബസ്സിൻ്റെ പുറകെ ഓടുക, ഓടിച്ചാടി കയറുക, അപ്പോൾ അതൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി. അതുപോലെ രാവിലെ ഒരുങ്ങി പുറപ്പെടുമ്പോൾ പണ്ട് എടുത്തതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മസിൽസിനൊക്കെ ചെറിയൊരു വേദന, നമ്മൾ ഏതെങ്കിലും വശം തിരിഞ്ഞ് കിടന്നാൽ അവിടെ ഒരു ചെറിയ പെയിൻ വരിക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാലുകൾക്ക് ചെറിയ പെയിൻ. അപ്പം ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുപ്പക്കാരെ പോലെ എല്ലാം ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഓരോ പ്രായത്തിലും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം അത് നമ്മൾ ബുദ്ധിപരമായിട്ട് തീരുമാനിക്കണം. അപ്പോൾ ഇതൊരു ഡിക്ലൈൻ സ്റ്റേജാണ്. ഇവിടെ നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടത് ഈ റേറ്റ് ഓഫ് ഡിക്ലൈൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പീഡ് കുറക്കാൻ പറ്റും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ എൻവയൺമെൻറ്റിലുണ്ട്. അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. ഞാനെപ്പോഴും പറയാറുള്ളത്, നമ്മളിനി ലോകത്തിൻ്റെ നിറകയിലൊന്നും ചവിട്ടി നിൽക്കാനൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മുടെ പിന്നാലെ ആളുകളുണ്ടല്ലോ, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. നമ്മളെ സംബന്ധിച്ച് വളരെ പീസ്ഫുള്ളായിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതം. അപ്പോൾ ഹാപ്പിയായിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിതം നയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഏജിങ് പ്രോസസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അവെയർ ആകില്ല. ഡിക്ലൈൻ സ്റ്റേജ് ആണെന്നുള്ള ചെറിയ ചെറിയ സൂചനകൾ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്, അതിലെ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളാണ്. അപ്പോൾ അവിടെ നമ്മുടെ മൂവ്മെൻറ്റിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റേറ്റ് ഓഫ് ഡിക്ലൈൻ വളരെ സ്പീഡിലാക്കും. മൂവ്മെൻറ്റിന് തടസ്സം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് വേണ്ടത്ര ബലമില്ലാതെ വരുമ്പോഴാണ്. കാലുകളുടെയും കാലുമായി ബന്ധപ്പെട്ട മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് ഡെയിലി റുട്ടീനിൽ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. അതിലൊരു ഭാഗമാണ് നടപ്പ്. പക്ഷേ ഈ നടപ്പ് കൊണ്ട് മാത്രമായില്ല, നമ്മൾ ഈ കാലുകളുടെ മസിൽസിനെ സ്ട്രെങ്തേൺ ചെയ്തേ മതിയാവും. അപ്പോൾ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആ സമയത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്നോ, ഈ
പ്രായമുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ പല ബിസിനസ് ഗ്രൂപ്പ്സും ഉണ്ട്. പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പല കമേഴ്ഷ്യൽ സംഭവങ്ങൾ ഇന്നുണ്ട്. അതിൽ അവർക്ക് ആളുകളെ കിട്ടാൻ വേണ്ടി അവർ ഈ പ്രായമുള്ളവരെ ആവേശഭരിതരാക്കി പലതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട്. നമ്മളൊരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പോകാനുള്ള ശാരീരികമായ അവസ്ഥ നമുക്കുണ്ടോ? ഇനി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് നാൾ ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത യാത്രയാകാം. അപ്പം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് ഒബ്സേർവ് ചെയ്യണം, നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു. അപ്പം നമുക്ക് ഉണ്ടാകേണ്ടതൊരു പോസിറ്റീവ് ചിന്തയാണ്. എനിക്ക് നല്ല എനർജറ്റിക്കായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കാൻ സാധിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ. ബേസിക് ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആണോ? ഇവിടെ വരുന്നൊരു പ്രശ്നം, ഓൾഡ് ഏജിൽ എത്തുന്ന ആളുകൾക്ക് പലർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവാം, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാം. ഏതായാലും 30-40 ശാരീരികാവസ്ഥ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് പലരിലും പല ലെവലിലാണ്. ഇത് മനസ്സിലാക്കാതെ ഈ ഔട്ടർ വേൾഡിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ സ്വാധീനം കൊണ്ട് നമ്മൾ എല്ലാം ചെയ്യാൻ ചാടി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാവും. 80 വയസ്സുള്ള ആൾ മല കയറുന്നു, എന്തുകൊണ്ട് എനിക്ക് വായിക്കൂടാ? പക്ഷേ അയാളിത് പണ്ടേ ചിലപ്പോൾ ശീലിച്ചിട്ടുള്ള ആളായിരിക്കും. അയാളുടെ ശാരീരികമായ അവസ്ഥ എൻ്റെതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ളൊരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാകുക. ഒരു ഡിക്ലൈൻ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ ആ റേറ്റ് ഒന്ന് കുറയ്ക്കാൻ, അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വ്യക്തിപരമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റിയ ആളുകൾ എവിടെ നിന്നൊക്കെയോ കടന്നു വരും. ഈയിടെ ഞാൻ എൻ്റെ ചാനൽ സപ്പോർട്ടിന് വേണ്ടി എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് വരാൻ പറഞ്ഞു. അഫ്സൽ എന്നാണ് അയാളുടെ പേര്. അഫ്സലിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഫ്സൽ ഒരു പേഴ്സണൽ ട്രെയിനറാണ്. അപ്പോൾ അഫ്സലാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പ്രായമായവർക്ക് പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, പ്രായമുള്ള ആളുകൾ പുറത്തൊക്കെ പോയി എക്സസൈസ് ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകുന്നവരുണ്ടല്ലേ, യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. നമ്മളിങ്ങനെ പ്രായമായി വരുമ്പോൾ ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിക്ലൈൻ റേറ്റിൻ്റെ സ്പീഡ് കുറക്കുക എന്നുള്ളതല്ലേ. അതിൽ ഏറ്റവും പ്രധാനമാണ് വീഴ്ചകൾ ഒഴിവാക്കുക എന്നുള്ളത്. പ്രായമായി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് കുറയും, റിഫ്ലെക്സ് ആക്ഷൻ കുറയും. പെട്ടെന്ന് അങ്ങോട്ട് മാറാനൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഞാൻ ഇന്നാൾ പള്ളിയിൽ പോയപ്പോഴേ ഞാനിങ്ങനെ നടന്നപ്പോൾ ഒരു കുട്ടി താഴെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ആ കുട്ടിയെ തട്ടിയിട്ട് ഇങ്ങനെ ചരിഞ്ഞെരിഞ്ഞു പോയി. ആളുകൾ അടുത്തുണ്ടായത് കൊണ്ട് അവരൊക്കെ പിടിച്ച് നേരെ നിർത്തി. അപ്പോഴൊക്കെയാണ് എനിക്ക് ബോധ്യമായത് ഈ ബാലൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ കൊച്ചുമോള് ഈയിടെ ബാത്റൂമിൽ കയറിയപ്പോൾ നല്ല വലിയൊരു കനമുള്ള വാഷ് ബേസിനെ താഴേക്ക് ഇങ്ങനെ വീണു. അപ്പോൾ വാ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവൾ പെട്ടെന്ന് ചാടി മാറി കേട്ടോ. ഞാൻ വിചാരിച്ചു എന്ത് റിഫ്ലെക്സ് ആക്ഷൻ ആണല്ലേ. ഞാനെങ്ങാനുമാണ് അവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ കാലിൽ തീർച്ചയായിട്ടും അത് വന്ന് വീണാനെ. അങ്ങനെ നമ്മൾ വീഴുകയോ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈൻ ഉറപ്പാണ്. അങ്ങനെയല്ലേ പ്രായമാകുമ്പോൾ പലരും വീണ്, അതാണ് അവരെ പലപ്പോഴും അവശതയിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല പ്രായം വരെ ചിലപ്പോൾ ആരോഗ്യമായിട്ട് നടക്കുന്നവർ ഒരു വീഴ്ചയോടുകൂടി പിന്നെ അതാണ് അവരുടെ മരണകാരണമായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ കാലുകളെ സ്ട്രോങ് ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തണം. കാലുകളെ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസസ്. അതിൽ നടപ്പ് മാത്രം പോരാ. നമ്മുടെ കാലിൻ്റെ പിന്നിലായിട്ട് കാഫ് മസിൽസ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. നമ്മൾ നടക്കുക, ഓടുക ഒക്കെ ചെയ്യുമ്പോൾ കാലിന് ഇങ്ങനെയുള്ള എക്സസൈസ് കൊടുക്കുമ്പോൾ ആ മസിൽസ് സ്ക്വീസ്ഡ് ആയിട്ട് രക്തം മുകളിലേക്ക് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യും. ഇതിനെ സെക്കൻഡ് ഹാർട്ട് എന്നും പറയാറുണ്ട്. ഇതിന് വേണ്ടത്ര എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല രോഗങ്ങളും നമ്മളെ പിടികൂടില്ല. പക്ഷെ നമ്മളതിന് വേണ്ടത്ര കെയർ കൊടുക്കാറില്ല. നമ്മൾ കൂടി വന്നാവുന്ന നടക്കും അല്ലേ. നടക്കുക എന്നുള്ളത് പലരുടെയും എക്സസൈസ് ആയിരിക്കാം. അത് ചെയ്യാത്ത ആളുകളുണ്ട്. നടക്കുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം. നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആണ്, ഓക്സിജൻ ലെവലൊക്കെ താഴെയായിരിക്കും. പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പോലും കൈയൊക്കെ വീശി നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുക. അതിനുശേഷം കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഈ കൈയും കാലും വലിയ സംഭവങ്ങളല്ലേ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമുക്ക് രണ്ട് കാലയിലും നിൽക്കാൻ പറ്റുക,
അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കൽ നിസ്സാര കാര്യമൊന്നുമല്ല, അത് വലിയൊരു പ്രോസസ്സാണ്. ഈ കൈകൾ നമുക്കതുകൊണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ മനുഷ്യൻ ഈ ലെവലിലേക്ക് ഉയർന്നത്. മറ്റ് ജീവികളൊക്കെ 4 കാലിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് 2 കാലിൽ നിന്ന് നമ്മുടെ കൈ ഫ്രീ ആയി, കൈ കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അനുഗ്രഹങ്ങളെല്ലാം കഴിയുന്നത് നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരം എക്സസൈസസ് ഒരു കാരണവശാലും മുടക്കരുത്. അപ്പോൾ കൈയുടെ റൊട്ടേഷൻ, പിന്നെ ആങ്കിൾ റൊട്ടേഷൻ, കാലും പാദവും തമ്മിൽ ചേരുന്ന ഒരു ഭാഗമില്ലേ, അതിനെയാണ് ആങ്കിൾ എന്ന് പറയുക. അത് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ പലതരം നടപ്പുകൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം. അതിൽ ഹൈ നീസ്, ഈ കൈ ഇങ്ങനെ നമ്മളിങ്ങനെ നേരെ പിടിച്ചിട്ട് മുട്ട അതിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക. വിഷ്വലൈസേഷൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഗുണം എന്താണെന്നോ, നമ്മൾ പ്രായമാകുമ്പോൾ വയറിൻ്റെ മസിൽസൊക്കെ ഇങ്ങനെ കുറച്ച് തൂങ്ങി വരില്ലേ, അതൊക്കെ ഒന്ന് ഫിറ്റാക്കി നിർത്തി വയറ് നല്ല ഭംഗിയുള്ളതാകും. പിന്നെ ടോ വാക്കിങ്ങും ഹീൽ വാക്കിങ്ങും ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും നമുക്കത് ചെയ്ത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ആദ്യം നല്ല ബുദ്ധിമുട്ടാണ്. അവിടെയാണ് പേഴ്സണൽ ട്രെയിനർ നമ്മളെ സഹായിക്കുക. അവർ നമ്മളോട് പറഞ്ഞു തരും ഇത് ഏത് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ അവശരായിട്ട് മാറാൻ പാടില്ലല്ലോ, ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യേണ്ട ചില രീതികളുണ്ട്. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ പ്രയോജനം ഉണ്ടാവും. ടോ വാക്കിംഗ്, ഹീൽ വാക്കിംഗ്, അതൊക്കെ കാഫ് മസിൽസിനെ സ്ട്രെങ്തേൺ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ബാലൻസിങ് പ്രശ്നമുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 30 വയസ്സുള്ളതിനേക്കാളും 40% ഈ എഫിഷ്യൻസിയൊക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ടാകും 65 വയസ്സിലൊക്കെ എത്തുമ്പോൾ. ബാലൻസിങ് നല്ല നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒന്നാണല്ലേ. ഒന്ന് ഡാൻസ് ചെയ്യണമെങ്കിൽ നല്ല ബാലൻസിങ് വേണ്ടേ, പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ, സ്റ്റെയർ കേസ് കയറണമെങ്കിലൊക്കെ ഈ ബാലൻസിങ് വേണം. അപ്പോൾ അതിന് ചെയ്യാവുന്ന എക്സസൈസസ് ആണ് സൈഡ് വാക്കിംഗ്, പുറകിലേക്ക് നടക്കുക. അപ്പോൾ ഇതെല്ലാം അതിനെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബോഡി സ്ട്രെച്ചിങ്. നമുക്ക് അവയവങ്ങളൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഫ്ലെക്സിബിലിറ്റി അല്ലേ അവയവങ്ങൾ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്ന്. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം. കിടന്നുകൊണ്ട് ചെയ്യുന്ന ചില എക്സസൈസസിന്റെ വിഷ്വലൈസേഷനാണ് ഈ കാണുന്നത്. നമുക്ക് എവിടം വരെ കൈ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അത് പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവരാം. അപ്പൊ ആദ്യമേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എൻ്റെ വിചാരം മുഴുവൻ എനിക്ക് ഒരുവിധമൊക്കെ എല്ലാം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കഴിവ് വളരെ പരിമിതമായിരുന്നു കേട്ടോ. കിടന്നുകൊണ്ട് ഈ നമ്മുടെ മുട്ട് ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക, കിടന്നുകൊണ്ട് കാലുകൾ പൊക്കുക, പിന്നെ ബട്ടക്സിന്റെ ഏരിയയിലുള്ള മസിൽസ് ഉണ്ട്, അതിനെ ഗ്ലൂട്ട് മസിൽസ് എന്ന് പറയാ. കിടന്നുകൊണ്ട് ആ ഭാഗം മാത്രം പൊക്കുക, ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ്, ഇങ്ങനെ 2-3 എക്സസൈസസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. വിഷ്വലൈസേഷൻ ഉണ്ട്. നമ്മളിപ്പോ ഒരു ഡാൻസ് കാണുന്നു, ആ സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ എളുപ്പമല്ല. നമ്മൾ ഡാൻസ് കാണുമ്പോൾ ഈ സ്റ്റെപ്സ് ഒക്കെ എന്ത് ഈസിയാണെന്ന് വിചാരിക്കും. അതിൽ പലപ്പോഴും ട്രെയിനിങ് ആവശ്യമാണ്. ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് കുറേം കൂടി ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ട്രെയിനറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. ആരെന്തൊക്കെ നമ്മളോട് പറഞ്ഞാലും അവസാനം തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. വേണോ വേണ്ടയോ, ഇതേക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം, പഠിക്കണം. ഇനി ഒരു ട്രെയിനറെ നമ്മൾ സമീപിച്ചാൽ പോലും അയാൾ നല്ലതല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നോ പറയാനും നമ്മൾ പഠിക്കണം. അപ്പോൾ അഫ്സൽ ആദ്യത്തെ 2-3 സെഷനൊക്കെ ഫ്രീ ആയിട്ട് തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. ഈ ശരീരം എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഒന്നും അല്ല. എല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ അയാൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയും. പക്ഷെ ശരീരത്തിൻ്റെ അവസ്ഥയുടെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആകണം. ചിലപ്പോൾ എനിക്ക് അയാൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അയാളുമായിട്ട് എന്നെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ശരീരത്തിനെ ശ്രദ്ധിക്കുക. ഒരു കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മുടെ വാഹനമാണ് നമ്മുടെ ശരീരം, നമ്മുടെ കാലുകൾ അതിൻ്റെ ചക്രങ്ങളാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്